2 ദിവസത്തേക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് തപാൽ വകുപ്പ് എന്നതുകൊണ്ടാണ് ഇത് നിന്റെ പേർക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾ കത്തിലെഴുതിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു. ഞാൻ ആ ഫയൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പീറ്റർലാൽ 12-ാം വയസ്സിൽ ബോംബെക്ക് കള്ളവണ്ടി കയറി. അതോ ലോകത്തിൽ കുപ്രസിദ്ധി നേടിയ പീറ്റർലാൽ മദിരാശിയിൽ എത്തുന്നത് ലക്ഷപ്രഭുവായിട്ടാണ്. 1987 ഈ ഹോസ്പിറ്റൽ തുടങ്ങി. പീറ്റർലാലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഒരു മറ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്വാമിനാഥൻ ബോംബെയിൽ സർക്കാർ സർവീസിലായിരുന്നു. മദ്യപിച്ച് സർജറി നടത്തിയത് മൂലം രോഗി മരണമടഞ്ഞു. സർവീസിൽ നിന്ന് പുറത്തായ സമയത്ത് പീറ്റർലാലുമായി പരിചയപ്പെട്ടു. ആ അടുപ്പം സ്വാമിനാഥനെ ഈ ഹോസ്പിറ്റലിലെ ചീഫ് സർജനാക്കി. ആന്തരാവയവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാവപ്പെട്ട രോഗികളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിനാഥൻ പീറ്റർലാലിന്റെ വലം കൈയാണ്. ഫയലിലെ ഫോട്ടോകളും വിവരങ്ങളും ഒക്കെ തികച്ചും സത്യമാണോ എന്നറിയാനുള്ള ഭ്രാന്തമായ ഒരു ആവേശം എന്നിൽ കത്തിപ്പടർന്നു. ശ്യാമ പറഞ്ഞ സത്യങ്ങൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ച ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. എന്തൊക്കെ സഹിച്ചാലും നിരപരാധികളായ പാവങ്ങൾ ഇനി ഒരിക്കലും മരിക്കരുത്. രേഖകൾ എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ അവർ എന്റെ ജീവൻ അപകടത്തിലാക്കും എന്നെനിക്ക് മനസ്സിലായി. എല്ലാ വാതിലുകളും അടഞ്ഞ ഞാൻ പീറ്റർലാലിന്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെട്ടോടുകയായിരുന്നു, ഒരു വലിയ ലക്ഷ്യത്തോടെ. ആ പേപ്പേഴ്സ് എന്റെ ഉള്ളിടത്തോളം കാലം അവരപകടത്തിലാണെന്ന് അവർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് പോലീസിൽ ഏൽപ്പിച്ച ചിലപ്പോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി കളഞ്ഞേക്കാം. ശ്യാമയെ കൊന്നവരങ്ങനെ വെറുതെ വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല.